ഉത്തമഗീതം 7-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മടങ്ങി വരിക ചൂലോങ്കാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക. നിങ്ങൾ മഹാനമിയിലെ നൃത്തത്തെ പോലെ ചൂലോങ്കാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം! നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ പൂഷ്ണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു, അതിൽ കലക്കിയ വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു. നിന്റെ സസ്തനം 2 ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെസോബനിൽ ബാത്ത് റബീം ബാദ്ക്കിലെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമേസ്കിന് നേരെയുള്ള ലെബനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബന്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര! നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സസ്തനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിന്റെ മടൽ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സസ്തനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്തരമായ വീഞ്ഞ്, അതെന്റെ പ്രിയനും മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതും ആകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ, വരിക, നാം വെളിപ്രദേശത്ത് പോകാം. നമ്മൾക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം. അതികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ദൂതാപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ദേമേസ്റ്റു നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ?